ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാഭ്യാസ വായ്പയാണ് പല കുടുംബങ്ങളുടെയും ഏക ആശ്രയം. എന്നാൽ കേരള ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് പല വിദ്യാർത്ഥികളുടെയും ഭാവി പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ്. വിദ്യാർത്ഥിയുടെ ഭാവിയിലെ വരുമാനം കണക്കിലെടുത്ത് വായ്പ നൽകുകയെന്ന പദ്ധതി ഇനി നടക്കില്ല. മാതാപിതാക്കളുടെ ക്രെഡിറ്റ് സ്കോർ കുറവായതിന്റെ പേരിൽ ബാങ്കുകൾക്ക് വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാനാകുമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. സഹാപേക്ഷകരായ മാതാപിതാക്കളുടെ സിബിൽ സ്കോർ കുറവായതിന്റെ പേരിൽ ബാങ്കുകൾ വായ്പ നിഷേധിച്ചത് ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ നൽകിയ ഹർജികൾ തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് എം.എ. അബ്ദുൽ ഹക്കീം ഇക്കാര്യം വ്യക്തമാക്കിയത്. വായ്പ തിരിച്ചടയ്ക്കാനുള്ള സാധ്യത വിലയിരുത്താൻ സഹവായ്പക്കാരന്റെ സാമ്പത്തിക വിശ്വാസ്യത പരിശോധിക്കാൻ ബാങ്കുകൾക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നും കോടതി പറഞ്ഞു. വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുന്നതിൽ ബാങ്കുകളുടെ അസോസിയേഷൻ നിശ്ചയിച്ച IBA മാതൃകാ വിദ്യാഭ്യാസ വായ്പാ സ്കീമിലെയും മാസ്റ്റർ സർക്കുലറുകളിലെയും നിബന്ധനകൾ പാലിക്കാൻ അപേക്ഷകർ ബാധ്യസ്ഥരാണെന്നും വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചതിന്റെ പേരിൽ മൗലികാവകാശം നിഷേധിക്കപ്പെട്ടു എന്ന് പറയാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം സിബിൽ സ്കോർ കുറഞ്ഞ മാതാപിതാക്കൾക്കു പകരം മതിയായ ക്രെഡിറ്റ് സ്കോറുള്ള മറ്റൊരു വ്യക്തിയെ സഹ അപേക്ഷകനായി ഹാജരാക്കിയാൽ ഹർജിക്കാരുടെ അപേക്ഷകൾ പുനഃപരിശോധിക്കാനായി ബാങ്കുകൾ തയ്യാറാകണമെന്നും കോടതി അറിയിച്ചു. ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസ് ആക്ട് പ്രകാരം അപേക്ഷകരുടെ സാമ്പത്തിക അച്ചടക്കം പരിശോധിക്കുന്നത് അനിവാര്യമാണെന്നും ഇത് കിട്ടാക്കടം കുറയ്ക്കാൻ സഹായകമാകുമെന്നും ബാങ്കുകളും ചൂണ്ടിക്കാട്ടി. അപ്രതീക്ഷിതമായ ഈയൊരു ഉത്തരവ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്.